ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ കപ്പ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് റൊട്ടിക്കപ്പയാണ്. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പ വേവിക്കുന്ന സമയത്ത് കപ്പയ്ക്ക് മുകളിൽ വെള്ളം നിൽക്കണം. ഇനി ഇതിനെ നമുക്ക് വേവിച്ചു കൊണ്ടുവരാം. ചിക്കൻ ഉപയോഗിച്ചാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് 1 കിലോ ചിക്കനാണ് അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തതാണ്. ഇത് 4 ഉള്ളി അരിഞ്ഞതാണ്. ഇഞ്ചി ചെറുതായിട്ട് 2 കഷ്ണം എടുത്ത് അരിഞ്ഞതാണ്. പച്ചമുളക്, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് തേങ്ങാക്കൊത്ത്, ഇത്രയും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു പാനിനകത്തേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം തന്നെ തേങ്ങാക്കൊത്തിട്ട് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്ത് ഏകദേശം ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ വേണം ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുക്കാൻ. ഇഞ്ചിയും പച്ചമുളക് നമുക്കിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റണം. പിന്നീട് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയിട്ട് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ അങ്ങ് മൂത്ത് പോവുകയൊന്നും വേണ്ട. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്നത് പോലെ മാത്രം മതി. ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം മാറിക്കിട്ടണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് 1/2 സ്പൂണ് മഞ്ഞൾ പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 2 സ്പൂണ് ചിക്കൻ മസാലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഈ ചിക്കൻ പീസുകൾ നല്ലതുപോലൊന്ന് വഴന്ന് കിട്ടണം. വേറൊരു പാനിലേക്ക് 4 സ്പൂണ് മല്ലിപ്പൊടിയും 2 സ്പൂണ് മുളക് പൊടിയും ഇട്ട് ചൂടാക്കിയെടുക്കാം. ചിക്കൻ അകത്തേക്ക് തന്നെ നേരിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പച്ച ചൊവയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് വേറെ തന്നെ ചൂടാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ചൂടാക്കിയ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിനകത്തേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. കപ്പ ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്നും കൂടെ തിളച്ച് കഴിയുമ്പോൾ ഊറ്റിയെടുക്കണം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. ഇനി കപ്പയും ചിക്കനും തമ്മിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കപ്പ ഇതിനകത്ത് നല്ലതുപോലെ ഉടഞ്ഞു കിട്ടണം. അതുപോലെ വേണം നമുക്ക് മിക്സ് ചെയ്യാൻ. ഒരു പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽ മുളകും ഇട്ട് മൂപ്പിച്ച് നമുക്ക് ബിരിയാണിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതും ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് വീണ്ടും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കപ്പ ബിരിയാണി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.